കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ മുറി കയറി വന്ന് എന്നെ ആക്രമിക്കാൻ മാത്രം വാർത്തയിട്ട് വരണത് ആരാ? ചെയ്തെന്ന് അവന് മനസ്സിലായി കാണൂ. മനസ്സിലാവട്ടെ, എന്നാലും വേണ്ടില്ല. ഇതുകൊണ്ടും പഠിച്ചില്ലെങ്കിൽ അവന്റെ ജീവൻ ഞാൻ എടുക്കും. കട്ടൻ ചായ. ഇതെവിടുന്ന കട്ടൻ ചായ? ചേട്ടൻ അടുക്കളയിൽ പോയോ? ഹേയ് ഇല്ലില്ല, ഇത് ബാലു തന്നിട്ട് പോയതാ. എല്ലാ റൂമിലും അവൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓ അത് ശരി. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവൻ അറിയാല്ലേ? അവൻ എന്റെ അനിയനല്ലേ. ഓ എന്തൊരു ചൂട്. ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. എനിക്ക് തണുത്തിട്ട് സഹിക്കാൻ വയ്യേ. ഇത്രയ്ക്ക് തണുപ്പായിരുന്നെങ്കിൽ താനെന്തിനാ വ്രതം എടുക്കാൻ നേറ്റത്? തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞൂടായിരുന്നോ? അതെങ്ങനെ പറയുന്നേ? തിരുവാതിര മഹാത്മ്യം ലോഡ് കണക്കിനല്ലേ അമ്മ വിളമ്പിയത്. എന്നിട്ട് എല്ലാവരും 4 മണിക്ക് തന്നെ കുളിച്ച് റെഡിയാ ചെല്ലണമെന്ന് ഉത്തരവ് വിട്ടു. അമ്മയുടെ ഉത്തരവ് ലംഘിക്കാൻ പറ്റില്ലല്ലോ. ഗോകുലേട്ടൻ വന്നേ, ഈ മുടി ഒന്ന് അഴിച്ച് തോർത്തി തന്നെ. പതിയെ കട്ടൻ കാപ്പി റെഡി. ഒരു സെക്കൻഡ്. കൊള്ളാലോ. അപ്പൊ ബാലുവിന് കട്ടൻ കാപ്പി ഇടാനൊക്കെ അറിയാല്ലേ? നീ ബാലുവിനെ കുറിച്ച് എന്താ വിചാരിച്ചേ? ബാലു പിന്നെ തമാശ പറഞ്ഞിട്ടുള്ള സമയമല്ല, വേഗം താഴേക്ക് ചെല്ലാൻ നോക്ക്, അല്ലെങ്കിലേ അമ്മയുടെ വിളി ഇനിയും വരും. അതല്ല, നീ സാരിയുടെ ഇതിന്റെ പ്ലേറ്റ് ഒന്ന് പിടിച്ചേ. ഇവളുടെ ഒരു കാര്യം. ഒതുക്കി പിടിക്കേ. സത്യം പറഞ്ഞാ നിങ്ങൾക്കും കൂടെ വ്രതം എടുക്കായിരുന്നു. ഞങ്ങൾ എന്തിനാ വ്രതം എടുക്കുന്നത്? തിരുവാതിര വ്രതം എടുക്കുന്നത് പെണ്ണുങ്ങളല്ലേ? അങ്ങനെയൊന്നുമില്ല, ആണുങ്ങൾക്കും ഇതൊക്കെ ചെയ്യാം. പിന്നെ വേറെ പണിയില്ല. ഇങ്ങനെയാണോ തല തോർന്നു? ഞാൻ തോർത്തി തരാം. അയ്യോ ഏട്ടാ വേണ്ട, കുഴപ്പമില്ല. ആട്ടെങ്കിൽ നിക്കവിടെ.
മതി മതി മതി. ഏയ്, കണ്ണിൽ കാണും നേരം മിഴിയഴകായി വിണ്ണിൽ മെയ്യും നിറതാരമേ നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ കണ്ണിൽ കാണും നേരം മിഴിയഴകായി വിണ്ണിൽ മെയ്യും നിറതാരമേ നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ അറിയാതെ കണ്ട കനവാണു നീ പിരിയാത്തൊരെന്നാത്മസഖി നീ അറിയാതെ കണ്ട കനവാണു നീ പിരിയാത്തൊരെന്നാത്മസഖി നീ നിറയാത്തൊരാശ തന്ന പ്രാണനായികേ. അമ്മേ ദേ വരണോ. ദേ അമ്മ വിളിക്കുന്നുണ്ടേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ കിടന്ന് ഉറങ്ങി കളയരുത് പറഞ്ഞേക്കാം. ഉറങ്ങാതിരുന്നാ എന്താ ഗുണം? പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. 6 മണിയാകുമ്പോ ഞാൻ ചായ കൊണ്ടുവരും, അത്രേ ഉള്ളൂ. ഓ പിന്നെ 6 മണിയുടെ ചായ കുടിക്കാൻ വേണ്ടി 3:30 മുതൽ ഉണർന്നിരിക്കാൻ എനിക്ക് പ്രാന്തല്ലേ? അതിൽ നല്ല കിടന്ന് ഉറങ്ങുന്ന. ഏട്ടാ പോയി എണീറ്റ് കുളിച്ച് റെഡി ആവാൻ നോക്കിയേ. ഞാൻ എന്തിനാ കുളിക്കുന്നത്? വ്രതം നിനക്കല്ലേ? വ്രതം ആർക്കാന്ന് ഞാൻ കാണിച്ചുതരാം. എനിക്ക് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. വേഗം 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 പോയി കുളിച്ച് റെഡിയാക്കി. അമ്മേതേ വരണോ, കുളിക്കട്ടോ. ചെല്ല്. മൈ ലിറ്റിൽ കണ്ണ, ഈ വീട്ടിൽ ശാന്തി സമാധാനം നൽകണേ. അല്ലമ്മേ, നെടുമാംഗല്യത്തിന് വേണ്ടി മാത്രമാണോ തിരുവാതിര നോമ്പ് എടുക്കുന്നത്? അമ്മേ, തിരുവാതിരയ്ക്ക് അർദ്ധനാരീശ്വര സങ്കല്പമല്ലേ അമ്മേ? നിങ്ങൾ രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഒന്ന് തന്നെയാണ്. ഭാര്യ പതൃബന്ധത്തിന്റെ പരസ്പര സ്നേഹമെന്ന അടിത്തറയാണ് ഈ തിരുവാതിര നോമ്പിന്റെ കാരണം. തിരുവാതിര നോമ്പെടുത്ത് സ്ത്രീകൾ ആരാധിക്കുന്നതേ കൃഷ്ണനെ അല്ല, അർദ്ധനാരീശ്വരനെയാ. നമ്മുടെ പൂജാമുറിയിൽ കൃഷ്ണനായതുകൊണ്ട് നമ്മളിവിടെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും തിരുവാതിര വ്രതത്തിന്റെ സങ്കല്പത്തിൽ അർദ്ധനാരീശ്വരനാണ് ഈ ദൈവം. ശിവൻ ദേവാദിദേവനാണ്, സകല ലോകങ്ങൾക്കും കാവൽക്കാരൻ. അല്ലമ്മേ, ഈ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താ? പാർവതി പരമേശ്വരന്മാരുടെ ലൗവിന്റെ പരമാത്മ ഭാവമാണ് അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത്. ഇത്രയേറെ പാർവതിക്ക് പരമേശ്വരനെ ഇഷ്ടമായിട്ടും പരമേശ്വരൻ പാർവതിയെ ഒരുപാട് തവണ പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഈ പാർവതി എങ്ങനെ പരമേശ്വരനെ നേടിയത്? ആ കഥ ഞാനും കേട്ടിട്ടുണ്ട്. പരമശിവനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന വാശിയോടെയാ പാർവതി ദേവി ജീവിച്ചത്. സ്നേഹം അറിഞ്ഞിട്ടും ഒരുപാട് തവണ പരമശിവൻ പാർവതി ദേവിയുടെ സ്നേഹത്തെ പരീക്ഷിച്ചു. പക്ഷേ എല്ലാ പരീക്ഷണത്തിലും പാർവതി ദേവി തന്നെ ജയിച്ചു. അതാ പെണ്ണുങ്ങളുടെ മിടുക്ക്. മിടുക്കൊണ്ടല്ല, ഭക്തി കൊണ്ടു സ്നേഹം കൊണ്ടു. അങ്ങനെയാണ് പാർവതി ദേവി വിജയിച്ചത്. അതായത് ദൃഢമായ തപസ്സിൽ ശിവന് ഭർത്താവായി കിട്ടണമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ പാർവതി ദേവി തപസ്സിൽ മുഴുകി. ഒടുവിൽ തപസ്സിലൂടെ തന്നെ പാർവതി ദേവി ശിവനെ നേടി. അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞ പകുതി പുരുഷനും പകുതി സ്ത്രീയും ചേർന്നതല്ലേ? ആ കഥ എന്താ അമ്മേ? പാർവതി ദേവിയുടെ തപസ്സിൽ സംപ്രീതനായ ശിവനെ പാർവതി ദേവിക്ക്
തന്റെ അർത്ഥാംഗത്തെ കൊടുത്തു എന്നാണ് യഥാർത്ഥത്തിൽ ഐതിഹ്യം പറയുന്നത്. അർത്ഥാംഗം എന്ന് പറയുന്നതേ പകുതി സ്ത്രീയും പകുതി ഈശ്വരനുമാ. ഓരോ കുടുംബത്തിനും ഓരോ സങ്കല്പമാ വേണ്ടത്. അമ്മ എന്താ പറഞ്ഞത്? ഓരോ കുടുംബത്തിലും ഈ സങ്കല്പം വേണമെന്നോ? എന്ന് പറഞ്ഞ ഭാര്യമാരൊക്കെ തപസ് ചെയ്യണമെന്നോ? അതല്ല താരേ അമ്മ പറഞ്ഞതിന്റെ അർത്ഥം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറയിലും ബന്ധത്തിലുമാണ് ഈ വിശ്വാസം വേണ്ടത്. ഞാനും നീയും വേറെയല്ല, നമ്മൾ ഒന്നാണ് എന്ന ഭാവം. അതൊക്കെ വേണ്ടത്. ഓരോ പുരുഷനിലും ഓരോ സ്ത്രീഭാവമുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്ത്രീയിലും ഒരു പുരുഷഭാവമുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിത സാക്ഷാത്കാരം ഉണ്ടാവുന്നത്. ചുരുക്കം പറഞ്ഞ ഭാര്യയും ഭർത്താവും തുല്യരാണെന്ന് അർത്ഥം. ഇന്നത്തെ ഈ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യം അവിടെ നിന്ന് തുടങ്ങിയതായിരിക്കും. കറക്റ്റ്. ഭർത്താവ് പ്രാണനും ഭാര്യ ഊർജവുമാണ്. ആ ഊർജവും പ്രാണനും ഒരുമിക്കുമ്പോഴാണ് ഓരോ ദാമ്പത്യ ജീവിതവും സന്തോഷകരമായി മാറുന്നത്. നിങ്ങളെല്ലാം സ്വന്തം ജീവിതത്തിലെ അർത്ഥനാരീശ്വര സ്നേഹം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോ നിങ്ങളും വിജയിക്കും. എന്നാ നിങ്ങൾ എല്ലാരും പ്രാർത്ഥിച്ചോളൂ. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ. ഏട്ടാ, ആഹാ, ഇതാരാ തിരുവാതിര തമ്പുരാട്ടി എഴുന്നള്ളിയോ? ദേ കളിയാക്കല്ലേ ഏട്ടാ. ദാ പ്രസാദം കഴിക്ക. ആ, അമ്മ എവിടെ? എല്ലാവരും പൂജാമുറിയിലുണ്ട്. അപ്പൊ തന്റെ പ്രാർത്ഥന മാത്രം തീർന്നോ? ഇല്ല, തീർന്നിട്ടില്ല. ഞാൻ വന്നതേ ഏട്ടന് ഒരു ചെറിയ പണി തരാൻ വേണ്ടിട്ടാ. പണിയോ? എന്ത് പണി? അതെ, പച്ചക്കറി കടയിൽ പോയി തിരുവാതിര പുഴുക്കിനുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും പിന്നെ എട്ടങ്ങാടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളും വാങ്ങിയിട്ട് വരണം. എട്ടങ്ങാടിയോ? എന്തേ, കേട്ടിട്ടില്ലേ? അതല്ല, നീ ഈ വാക്ക് എവിടുന്ന് പഠിച്ചു എന്നാ ഞാൻ ആലോചിച്ചത്. ഓ അങ്ങനെ. ഇതൊക്കെ അമ്മ പറഞ്ഞു തന്ന കഥകളിലുള്ളതല്ലേ. ഓഹോ, അത് ശരി. അപ്പൊ അമ്മ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു കാണുമല്ലേ? പിന്നല്ലാതെ, അമ്മയുടെ പറച്ചിലല്ലേ. ഓരോന്നും വിശദമായി പൊടിപ്പും തൊങ്ങലും വെച്ച് ഒന്നും വിട്ടുപോവാതെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി തന്നെ പറഞ്ഞുതരും. അതാ അമ്മയുടെ ഗുണം. അല്ല, അപ്പൊ ഏട്ടൻ ഈ ഏട്ടങ്ങാടി മുമ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ എവിടെയോ കേട്ടിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്ന് ചോദിച്ചാ ഒരു പിടിയില്ല. അതെ, പച്ചക്കറി കടയിൽ ചെല്ലുമ്പോ ചോദിച്ചാ മതി. കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം പോയി വാങ്ങിയിട്ട് വാ. ഞാനോ? ഞാൻ തന്നെ പോണോ? വേറെ ആരെങ്കിലും പോയാ പോരെ? പറ്റില്ല പറ്റില്ല പറ്റില്ല. ഇന്ന് ഏട്ടൻ തന്നെ പോയി വാങ്ങിയിട്ട് വന്നാ മതി. അതെന്താ ഞാൻ തന്നെ പോയി മേടിച്ചോണ്ട് വരണമെന്ന് ഇത്ര നിർബന്ധം? അതെ, ഞങ്ങള് പെണ്ണുങ്ങൾ ഈ തിരുവാതിര വ്രതം എടുക്കുമ്പോഴേ നിങ്ങൾ ആണുങ്ങൾ ഈ മുറിക്കകത്ത് മാത്രം ഇരുന്ന് സൂഹിക്കണ്ട. മര്യാദയ്ക്ക് പോയി വാങ്ങിച്ചിട്ട് വാ. ഒരെണ്ണം പോലും മിസ്സാവരുത് പറഞ്ഞേക്കാം. ഒരു കാര്യം ചെയ്യാം, താനും കൂടി വാ. ഞാനും കൂടി വരാനോ? അത് പറ്റില്ല. നാമം ജപിക്കാനും പൂജാ കാര്യങ്ങളൊക്കെ അമ്മയെ ഹെൽപ്പ് ചെയ്യാനും ഇവിടെ തന്നെ ഞാൻ ഉണ്ടാവണം. ഏട്ടൻ തന്നെ പോയിട്ട് വന്നാ മതി. എനിക്കൊന്നും വയ്യ. വേണമെങ്കിൽ അർജുനെ പറഞ്ഞയക്കാം. ഏട്ടാ, പിന്നെ താനും കൂടി വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഒരു അരമണിക്കൂറിനകം തിരിച്ചു വരാലോ. ശരി, എന്നാ ഞാനും കൂടെ വരാം. പോയി റെഡി ഇനി സാരി ഒന്ന് മാറ്റിയിട്ട് വരാവേ. എന്റെ കൃഷ്ണ, ആഹാ. നിങ്ങളൊരു കാര്യം ചെയ്, ഇനി അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. അത് കഴിച്ചിട്ടാവാം ഇനി ബാക്കിയുള്ള പൂജയും പ്രാർത്ഥനയൊക്കെ. അമ്മായി, നീ പോയിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കിക്കൊണ്ടു വാ. ശരി അമ്മേ. ചെല്ല്.
എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ. ബഹുമാനൊന്നും വേണ്ട. ഇയാളെന്താ ഇവിടെ? നീ പേടിച്ചുപോയോ? പേടിച്ചുപോയോ? നല്ല രസമുണ്ട് ഈ വേഷത്തിൽ കാണാൻ. അതിരാവിലെ ഒന്ന് കുളിച്ച് തലയിൽ ഒരു തോർത്തൊക്കെ ചുറ്റി കൊള്ളാം. മൊത്തത്തില് ആകെ ഒരു വീട്ടമ്മയുടെ ഭാവം. നല്ല വീട്ടമ്മയാവാനുള്ള തയ്യാറെടുപ്പില്ല. ഇത് പറയാൻ വേണ്ടിയാണോ രാവിലെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇതാണെങ്കിൽ ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഫോണിൽ വിളിച്ച ഈ കാഴ്ച കാണാൻ പറ്റുമോ? അല്ല, അച്ഛനമ്മയൊക്കെ എവിടെ? എനിക്ക് അവരോട് സംസാരിക്കാനുള്ളത്. അവരിവിടെ ഇല്ല. എവിടെ പോയി? അവര് അമ്പലത്തിൽ പോയിരിക്കോ? ഓ, അത് ശരി. അപ്പൊ അവരിവിടെ ഇല്ല അല്ലേ? അപ്പോ ഞാൻ വന്ന സമയം ഏതായാലും കൊള്ളാം. ദേ, മര്യാദക്ക് ഇറങ്ങി പൊക്കോ. ഇനി ഇവിടെ ഞാൻ നിക്കോണെങ്കിൽ ഞാൻ വിളിച്ച ആളെ കൂട്ടും. എന്നാ പിന്നെ അത് നടക്കട്ടെ. 1200 വർഷം പഴക്കമുള്ള വിഷ്ണു വിഗ്രഹം മോട്ടിച്ചോണ്ട് പോയി. ഹലോ ഹലോ ഹലോ, അവിടെ നിന്നേ. എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? എന്താ ചോദിച്ചു കേട്ടില്ലേ? നാമം ജപിക്കുന്ന പെണ്ണിനെ വിളിച്ചോണ്ട് നീ എങ്ങോട്ട് പോവാന്ന്? അത് പിന്നെ അമ്മ എട്ടങ്ങാടി വാങ്ങിക്കണ്ടേ? എന്തോന്ന്? അല്ല, ഈ എട്ടങ്ങാടി എട്ടങ്ങാടി മേടിക്കാൻ 8 പേര് വേണോ? ഒരാള് പോയാ മതി. അപ്പോ ഈ തിരുവാതിരപ്പുഴക്കിനുള്ള സാധനങ്ങള്? തിരുവാതിര പുഴുക്കിനുള്ള സാധനങ്ങൾ നീ തന്നെ വാങ്ങിച്ചോണ്ട് വന്നാ മതി. അതല്ലമ്മേ, ഞങ്ങള് രണ്ടുപേരും കൂടി പോയി വാങ്ങിച്ചോണ്ട് ഒരു അരമണിക്കൂറിനകം പെട്ടെന്ന് തിരിച്ചു വരാം. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെ, ഇത് വ്രതം എടുക്കുന്ന പെൺകുട്ടിയാ. അവളെ കൊണ്ടുപോയാലേ കണ്ട പച്ചക്കറി കടയിലും മാർക്കറ്റിലും ഒക്കെ കൊണ്ടുപോയി ആളുകളെ തൊട്ടും പിടിച്ചും തിരിച്ചേ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. നീ ഒറ്റയ്ക്ക് പോയാ മതി. അതല്ല മാം, ഒരു ഹെൽപ്പിന് ഞാൻ ജ്യോതിയെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. വണ്ടിന്ന് അവളെ ഇറക്കുകയില്ല. ഇവളെന്താ ചില്ലുകൂട്ടിലെ പ്രതിമയാ? കൂട്ടി നിറക്കാതിരിക്കാൻ. ഡാ, മര്യാദക്ക് പോടാ. എടാ, പറഞ്ഞത് കേട്ടില്ലേ? ഗോ ഗോ. എടാ പോട കണ്ണ. എന്താ നിനക്കും പോണോ? വേണ്ടമ്മേ, ഞാൻ പോണില്ല. ഞാൻ ചെല്ലുന്നില്ല പറഞ്ഞു തന്നേ. അപ്പം ഏട്ടൻ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. അത് ശരി, അങ്ങനെയാണല്ലേ? നിനക്ക് അടി വെച്ച് തരണ്ടേ? നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ വ്രതം എടുക്കുന്നയാളെ പുറത്തു പോകാൻ പാടില്ലെന്ന്? അമ്മ, അത് ഞാൻ ഇവിടെ. ശരി ശരി, വാ ഇങ്ങോട്ട്. എന്തൊരു വേദന. അതെ, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. നിന്നോടൊരു സംശയം ചോദിക്കാൻ വന്നതാ. എന്ത് സംശയം? ഇന്നലെ രാത്രി പർദ്ദയിട്ടൊരു പെണ്ണ് എന്റെ മുറി കയറി എന്നെ ആക്രമിച്ചു. പക്ഷേ അതാരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിനുള്ളൊരു തെളിവും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ
ഇത് നിന്റെ പ്ലാനിങ് ആണോ എന്നാ എനിക്കറിയേണ്ടത്. എന്റെ പ്ലാനിങ്ങോ? എന്ത് പ്ലാനിങ്? ഇന്നലെ രാത്രി എന്നെ തലക്കടിച്ച് ബോധം കെടുത്തിയത് സൂര്യയാണെന്ന് എനിക്ക് ഉറപ്പായി. പക്ഷേ അത് അവള് നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നോ എന്നാ എനിക്കറിയേണ്ടത്. ഇല്ല, എന്നോടൊന്നും ആരും പറഞ്ഞിട്ടുമില്ല. ദേ, മര്യാദക്ക് ഇറങ്ങി പൊക്കോ. എടോ, മര്യാദക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞ. അവളും നീയും തമ്മിലുള്ള രഹസ്യ ഇടപാടുകളൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം. അത് മര്യാദയ്ക്ക് നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. ഇന്നലെ രാത്രി അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇനി ഒരു തവണ കൂടി അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വരില്ല. പറഞ്ഞേക്ക്. അവളുടെ ഒരു പർദ്ദയും കമ്പിപിടി. തീരെ പ്രതീക്ഷിക്കാത്ത ആക്രമണം ആയതുകൊണ്ട് ഞാനൊന്ന് പതറിപ്പോയി. പക്ഷേ ഇനി എൻ്റെ കൈ കിട്ടിയാ പിന്നെ അവള് ജീവനോടെ അവിടുന്ന് പോവില്ല. ഒന്ന് പറഞ്ഞേരും കൂട്ടുകാരോട്. ഇതൊക്കെ നിങ്ങൾ അവളോട് നേരിട്ട് പോയി പറഞ്ഞാ മതി. നിങ്ങളുടെ പഴയ ഭാര്യയല്ലേ. വേണമെങ്കിൽ ഇനിയും അവളെ തിരിച്ചു വിളിച്ചോണ്ട് വരാനുള്ള സമയമുണ്ട്. 2 പേർക്കും കൂടി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം. എന്താ പ്രിയ നീ പറയുന്നതൊക്കെ? അവളെ ഇനി എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനോ? എത്ര കഷ്ടപ്പെട്ടിട്ട് അവളെ എന്റെ ജീവിതത്തിൽ നിറക്കി വിട്ടെന്ന് നിനക്കറിയാമോ? എന്നിട്ട് ഇനിയും ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരണം പോലും. കൊള്ളാം. തമാശ പറയല്ലേ എന്റെ പ്രിയ. എനിക്കിനി എന്റെ ജീവിതത്തില് നീ മാത്രം മതി. നീ മാത്രം. അതൊരിക്കലും നടക്കാത്ത കാര്യവാ. എന്റെ വിവാഹം തീരുമാനിച്ചു. കല്യാണ നിശ്ചയത്തിന് തീയതി തീരുമാനിക്കാനാ അച്ഛനും അമ്മയും കൂടി പോയിരിക്കുന്നെ. ആണല്ലേ? അപ്പൊ അച്ഛനും അമ്മയും കൂടെ ജോത്സ്യനെ കാണാൻ പോയിരിക്കുക. അതെ, ജോത്സ്യനെ കാണാൻ പോയത് തന്നെയാ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനി ആർക്ക് എന്ത് കുഴപ്പമുണ്ടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ജയപ്രകാശിനെ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും. എടേ, നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്കണം, കല്യാണത്തിനുള്ള മുഹൂർത്തമൊക്കെ നോക്കിക്കോട്ടെ. നടക്കേണ്ടത് നീയും ജയപ്രകാശും തമ്മിലല്ല, നമ്മൾ തമ്മിലാ. ഇല്ലെങ്കിലേ ഇവിടെ ശവം വീഴും. വീഴ്ത്തും ഞാൻ. പഴയതുപോലെ നിന്നെ തല്ലാനോ ഭീഷണിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ വന്നതല്ല ഞാൻ. ഇതൊന്ന് പറഞ്ഞിട്ട് പോവാൻ വന്നതാ. ഈ നിശ്ചയം നടന്ന ഉറപ്പായി മുറ്റത്തൊരു ശവം വീഴും. അത് നിന്റെ തന്തയാവാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ. പോട്ടെ, കാണാം.